എല്ലാവർക്കും നല്ല നമസ്കാരം. മഴ പെയ്തു തുടങ്ങി. നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ദേശീയ പാതയിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. എപ്പോഴാണ് എവിടെയാണ് ഇടിയാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വാരം മാടി വെച്ചേക്കണ പോലെ വലിയ കുഴികളൊക്കെ എടുത്തേക്കുന്ന സൈഡിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. സ്ലാബിൻ്റെ മുകളിൽ കൂടെ പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് കാലത്ത് ഒരാൾ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞാണ് സ്ലാബ് പൊട്ടണ്ടെന്നുള്ളത്. അപ്പോൾ റോഡുകളുടെയൊക്കെ സ്ഥിതി എന്താവുന്നുള്ളത് കണ്ടറിയാം. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്ന ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെട്ടുകടവ് പാലമുണ്ടല്ലോ, വെട്ടുകടവ് പാലം ചാലക്കുടിയിൽ നിന്ന് മേലൂർക്ക് വരുമ്പോൾ ചാലക്കുടിയിൽ നിന്ന് പാലത്തുമേലേക്ക് കയറുന്ന ഭാഗത്ത് ഇടതുവശത്തായിട്ട് ഒരു വലിയ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടക്കാൻ പോകണം. നിർമ്മാണ പ്രവർത്തനം നടക്കാൻ കണ്ട സമയം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നല്ല കാലാവസ്ഥയാണല്ലോ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പോലെ ഇവിടെ ഒരു വിള്ളൽ കണ്ടു. ഈ വിള്ളൽ കണ്ടതുമായി ബന്ധപ്പെട്ട് ബ്രിഡ്ജ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഈ സംഗതി പരിശോധിച്ച് അങ്ങനെ MLA പ്രത്യേകം ഇടപെടൽ നടത്തി, സനീഷ് കുമാർ ജോസഫ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ ഭാഗം കുഴിച്ച് അവിടെ കൃത്യമായിട്ട് തന്നെ കോൺക്രീറ്റ് മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പൈസ മറ്റു കാര്യങ്ങളൊക്കെ സാങ്ഷനായിരുന്നു. ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് നടത്തേണ്ടിയിരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ദേശീയപാതയിൽ കൂടെ വാഹനങ്ങൾ പോകുന്നത് എങ്ങനെ എത്ര ബ്ലോക്കായിട്ട് പോകണമെന്നുള്ളത് അറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വെട്ടുകടവ് റോഡ് ഒരു ബൈപ്പാസ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലെ കുറേ പേർ കയറി മേലൂർ കൂടി, അതല്ലെങ്കിൽ അങ്കമാലിക്ക് പോകാനായിട്ട് മൂന്നൂർപ്പള്ളി കൂടി അങ്ങനെ പോകാൻ പറ്റും, അതല്ലെങ്കിൽ കൊരട്ടി കൂടി പോകാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വഴിയാണ്. ആ വഴിയിൽ ഈ പെരുമഴ തുടങ്ങിയ സമയത്ത് കൊണ്ടുപോയി ഇന്ന് പൊളിച്ചേക്കണം. ഇന്ന് പൊളിച്ച് അവിടെ സാധനം എന്തായാലും വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഈ കരിങ്കല്ലുകൾ വെച്ചേക്കണ കാഴ്ച കണ്ടിട്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരു പാലത്തിൻ്റെ ആരംഭത്തിൽ ചെയ്തു വെച്ചേക്കണ വർക്കാണ് കാണാൻ. ശരിക്കും നമ്മൾ കരിങ്കല്ലുകൾ പാക്കേജ് അല്ല ചെയ്യുക, കൊണ്ട് കുത്തണോ ചെയ്യേണ്ടത്? ഇത് ആരുടെ ഈ വർക്ക് ചെയ്തേക്കുന്നത്? ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഈ സംഭവം ശരിക്കും അന്വേഷിക്കണം. ഇത് ഏത് വ്യക്തി കണ്ടാലും, ഒരു സാധാരണ മനുഷ്യൻ അല്പം ഞാനുള്ള വ്യക്തി കണ്ടറിയാം ഇത് എന്ത് പണിയാണ് ചെയ്തു വെച്ചേക്കണേന്ന്. പിന്നെ എങ്ങനെയാണ് ഈ സാധനം വിള്ളൽ വീഴാണ്ടിരിക്കുക? അപ്പോൾ ഇപ്പോൾ ഈ ബോർഡൊക്കെ എല്ലായിടത്തും നമ്മുടെ വെട്ടോട് കപ്പയുടെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കണം. 1 വേ ആയിട്ടാണ് വിടുന്നത്. ഒരു കാര്യം പ്രത്യേകം ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു പാലത്തിൻ്റെ ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ചാലക്കുടിയിൽ നിന്ന് വരുന്നവർ മേലൂർക്ക് പാലം കയറുന്ന ഭാഗത്ത് ഇടതുവശത്താണ് ഈ ടാറ് തുരന്ന് മറ്റ് സംഗതികൾ മണ്ണൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചിരുന്നത്. ഒരു കുഴി പോലെ തന്നെയാണ്. രാത്രി പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീണെടുക്കും. അവിടെ നിന്ന് മേലൂർ ഭാഗത്തു നിന്ന് വരുന്നവരും ശ്രദ്ധിക്കുക. പിന്നെ ഇത് 2 ആഴ്ച ഞാനവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 2 ആഴ്ച കൊണ്ട് ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കും, സംഗതികൾ പെട്ടെന്ന് തീരുന്നതെന്ന് പറയണത്. നല്ല കാര്യം, 2 ആഴ്ച കൊണ്ട് തന്നെ തീരട്ടെ. പക്ഷെ ഒരു കാര്യം പറയാണ്, ഇതുപോലെയുള്ള വർക്കുകൾ ഇത് എപ്പോഴായിരുന്നു ഇത് നടത്തേണ്ട ഒരു സമയം എപ്പോഴാണ്? ഈ പെരുമഴ തുടങ്ങിയ സമയത്താണോ ഇത് ചെയ്യേണ്ടത്? എന്താണ് ഇവിടുത്തെ വിഷയം? വിള്ളൽ കണ്ടതിനെ തുടർന്ന്, വലിയ രീതിയിലുള്ള വിള്ളൽ കണ്ടതിനെ തുടർന്നാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഇത് ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് അവിടെ കൃത്യമായി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സാങ്ഷൻ ആക്കിയത്. അത് ഈ മഴയത്ത് ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാനൊന്നും പറയാനില്ല. ഇത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ മുന്നിൽ വയ്ക്കുകയാണ്. MLA ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ, MLA സനീഷ് കുമാർ ജോസഫ് എന്നിവരെ സ്ഥലം സന്ദർശിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പണികൾ വേഗം പൂർത്തിയാക്കട്ടെ. പെരുമഴ വരുന്ന സമയത്ത് ഉള്ള ഗതാഗത പോകുന്ന നാടിയായിട്ടുള്ള ദേശീയപാതയിൽ ഇത്രയും ബ്ലോക്ക്, അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാന്ന് വെച്ച് ഇതിലെ വരുമ്പോൾ ഇതും ഇങ്ങനത്തെ ഒരു സ്ഥിതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഇതിപ്പോൾ ജനങ്ങൾ ഇതിനൊക്കെ ഒരു ഉത്തരം പറയട്ടെ. പണി വേഗം പൂർത്തിയാക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒപ്പം ഇതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചാണ് പണികൾ. ഇത് പാലം എനിക്ക് തോന്നുന്നത് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ ഒക്കെ പൊളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ സാധിക്കും. കരിങ്കല്ലുകൾ വെച്ചേക്കണം കണ്ടിട്ടേ ബഹത്ത് കോമഡി എന്ന് ഒരു പാക്കിങ്ങിൽ ഒരു സാധനം ഞങ്ങൾ കൊണ്ട് കുത്തിയേക്കണ സാധനം. ഇതെന്ത് കഷ്ടമാണ് നിങ്ങൾ ചെയ്തേക്കണത്? ഇത് തീർച്ചയായിട്ടും MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോട് ഈ സംഗതി അന്വേഷിക്കണം. ഇത് പാലൊക്കെ ഇങ്ങനത്തെ ഇപ്പം തന്നെ ദേശീയപാത വരുന്നിട്ട് ഓരോ സൈഡിൽ തള്ളിപ്പോണം നമ്മൾ കാണുന്നില്ലേ TV ചാനലുകളിലൂടെ. തീർച്ചയായിട്ടും ഇതിൽ എന്താ വിഷയം എന്നുള്ളത് പഠിക്കണം. പണികൾ എത്രയും പൂർത്തിയാക്കട്ടെ. യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. വെട്ടുകടവ് പാലത്തുമേൽ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ ഇടതുവശത്തായിട്ട് കുഴി എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, വീഴാതെ നോക്കുക. നന്ദി, നമസ്കാരം.